ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ഹാപ്പിലി നമ്മുടെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ പറയുന്ന എല്ലാ ലെവൽസും നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം. അത്യാവശ്യം നന്നായിട്ട് ട്രേഡ് ചെയ്യുന്നതും കാണുന്നുണ്ട്. സോറി, വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ബുള്ളിഷാണ്. യൂറോപ്യൻ മാർക്കറ്റ് ഇല്ലെങ്കിൽ ബാക്കി അതർ മാർക്കറ്റ്സ് ബുള്ളിഷായിരുന്നു. പക്ഷേ ഇന്നലെ ഗ്ലോബൽ ബാങ്ക്സിൻ്റെ ഒരു ഡേറ്റാസ് അത്ര ഗുഡല്ലാത്ത ഒരു സംഭവം വന്നിരുന്നു. ഇന്ത്യ അത്ര കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എങ്കിലും അവിടെ യൂറോപ്യൻ മാർക്കറ്റ്സ് ആൻഡ് അതർ ഏഷ്യൻ മാർക്കറ്റ്സ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലേക്ക് പോയാൽ ഇന്നത്തെ സിറ്റുവേഷൻ ഇതായിരുന്നു. നമ്മൾ നേരത്തെ വരച്ചിരുന്നത് അല്ലേ, ഇതായിരുന്നു മാർക്കറ്റിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇന്നലത്തെ അനാലിസിസ് ഞാൻ അവിടെ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞിരുന്ന 1-2 ഏരിയാസ് ഉണ്ടായിരുന്നു അല്ലേ. ഇന്നലത്തെ ലൈവിൽ വന്നപ്പോൾ 25,440 എന്നുള്ളൊരു ലെവലിന് ശേഷം മാർക്കറ്റിന് വീണ്ടും ഒരു അപ്സൈഡ് ലെവൽ, അതായത് 25,240 കയറിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 350 പോകും എന്ന് പറഞ്ഞതുപോലെ അടുത്ത ലെവലായിട്ട് 25,440 പോയാൽ നമ്മൾ 25,600 ഹിറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹിറ്റ് ചെയ്യുന്നെങ്കിൽ സന്തോഷം. അതാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഞാൻ ആ ലൈന് മാത്രം ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, 25,440 ഞാനൊരു ലൈന് വരയ്ക്കുകയാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ആ ഒരു ഉദ്ദേശം എനിക്ക് കൃത്യമായിട്ടത് വരയ്ക്കാൻ പറ്റത്തില്ല. 25,600. ഓക്കെ ഓക്കെ ഇതായിരുന്നു ഇന്നലെ പറഞ്ഞത്. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നല്ല ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റാണ് എന്നുള്ളതും അടുത്ത ലെവലുകൾ ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് 25,440 പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 380 റേഞ്ചിലായിരുന്നു. 380 നിന്ന് മാർക്കറ്റ് നേരെ 440 വരെ ഫസ്റ്റ് സെറ്റ് ഓഫ് റാലി അവിടെ പോയി. അതിനുശേഷം അത് കുറച്ചുകൂടെ കയറിപ്പോയി 480 വരെ പോയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മുടെ ലൈനിലാണ് വരുന്നത് 440. ഈ ക്യാൻഡലിൻ്റെ പ്രൈസ് നോക്കിയാൽ 441 റേഞ്ചിലാണ് അത് വന്ന് സപ്പോർട്ട് എടുത്ത്. 41 നിന്ന് തിരിച്ച് അത് കയറിപ്പോയ ലെവൽ എന്ന് പറയുന്നത് 25,600 എന്നുള്ളതാണ്. അപ്പോൾ ഗ്രൂപ്പിനുള്ളിൽ ഞാൻ ആ ലെവൽസ് കംപ്ലീറ്റ്ലി പറഞ്ഞിരുന്നു. സന്തോഷം, അതിനകത്ത് ട്രേഡ് ചെയ്യുന്നത് കണ്ടു. ഓക്കെ, അടുത്ത് ഇന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള സാധ്യത, ഇപ്പോൾ ഇതിൻ്റെ വോളിയം കണ്ടു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു സാധ്യത അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഗ്ലോബൽ ഡേറ്റ ഒരു ചെറിയൊരു നെഗറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ 25,500 റേഞ്ച് ഒരു സപ്പോർട്ട് സോണായിട്ട് എടുത്തുകൊണ്ട്, ബിക്കോസ് അതൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഓക്കെ, ആ ഒരു സപ്പോർട്ട് സോണ് 500 to 520 എടുക്കുക കേട്ടോ. അതൊരു ബോക്സ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. 500ഉം ഇതിൻ്റെ കൂടെ കൂട്ടി തന്നെ വായിക്കണം. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന റേഞ്ച് ഇവിടെയോ ഇല്ലെങ്കിൽ ഫ്ലാറ്റായിട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവലുകൾ എന്ന് പറയുന്നത് ഞാൻ വരയ്ക്കുന്നില്ല, നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. 660, 720, 800 3 ലെവലുകളാണ് അടുത്തിന് ഫ്രണ്ടിലേക്ക് കിടപ്പുള്ളത്. അപ്പോഴേക്കും നമ്മൾ ഓൾ ടൈം ഹൈ, അതായത് പ്രീവിയസ് സ്വിങ് ഹൈനെ നമ്മൾ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ കുറച്ച് കാലം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ദീപാവലി സീസൺ എത്തുമ്പോഴേക്കും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ബയ്യേഴ്സ് നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് മുഹൂർത്ത ട്രേഡിങ്ങിൻ്റെയൊക്കെ സമയം. അതായത് അതിനോടടുത്ത് വരുമ്പോൾ, അതായത് മാർക്കറ്റിൽ നമുക്ക് നല്ലത് വരും എന്ന് ഫീൽ ചെയ്യുന്ന ഒരു കാലമുണ്ട്. അതായത് മോസ്റ്റ്ലി ഈ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് റിലേറ്റ് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ സമയം എന്ന് പറയുന്നത്, അവർക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഈ നവരാത്രി, അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൂജ, ഹോളിഡേ, ആ ഒരു പൂജ വെപ്പ്, നവരാത്രിയുടെ ടൈംസ്, പിന്നെ ഈ പറഞ്ഞതുപോലെ ദീപാവലി, ഇത് മൂന്നും എന്ന് പറയുന്നത് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ബയേഴ്സ് വരുന്നത്. ഞാൻ എന്തുകൊണ്ട് 10-16 സ്റ്റോക്ക് ആ ഒരു സീസണിൽ എത്രയോ കാലത്തിന് ശേഷം ഞാൻ വന്നിട്ട് പെട്ടെന്ന് കുറേ സ്റ്റോക്സിൻ്റെ എൻട്രി പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ. അതിനകത്ത് നല്ലൊരു മാർക്കറ്റായിരുന്നു. ട്രംപ് കുറച്ച് നേരം മിണ്ടാതിരിക്കുന്നുണ്ട്. സോ മാർക്കറ്റിൽ ഒരു മൊമെൻറ്റം കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. നമുക്കതിൽ പല സ്റ്റോക്കുകളിൽ കിട്ടി. ഞാൻ ഇന്ന് മിക്കവാറും കൊഫോർജ്
താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ബുക്ക് ചെയ്യുന്നുണ്ടാവും. 10% അടുപ്പിച്ചായിട്ടുണ്ട്. നോക്കാം മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിയിട്ട് ഞാനത് ചിലപ്പോൾ ബുക്ക് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഗ്രൂപ്പിനകത്ത് അത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മാർക്കറ്റ്. ഇനി അടുത്ത ഒരു ലെവൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ആദ്യത്തെ ഒരു 15 മിനിറ്റിൽ നമുക്ക് അറിയാൻ പറ്റും മാർക്കറ്റ് ഒന്നിൽ 25,500 റേഞ്ച് സപ്പോർട്ട് എടുത്തേക്കാം. ഇല്ലെങ്കിൽ തിരിച്ച് വന്ന് 600 മേളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവലായിട്ടുള്ള 660, 720, 800 ആണ് അടുത്ത മെയിൻ ലെവൽ എന്ന് പറയുന്നത്. ഈ ഒരു ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. താഴേക്കാണെങ്കിലോ 400, 440 അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലായിരിക്കണം നിങ്ങൾ മാർക്കറ്റിൽ വാച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിന് മേളിൽ വലിയൊരു വീഡിയോയിലേക്ക് ഞാൻ പോകുന്നില്ല. സാറ്റർഡേ, സൺഡേ കഴിയട്ടെ, മൺഡേ കഴിയട്ടെ, എന്നിട്ട് നമുക്കിനി അടുത്തൊരു സ്വിങ്ങിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം. ഇതിനുള്ളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ മേളിൽ നിങ്ങളൊരു കറക്റ്റായിട്ടുള്ള ഒരു SL കീപ്പ് ചെയ്ത് വച്ചിരിക്കുക. കാരണം നല്ല മാർക്കറ്റാണ് എങ്കിൽ പോലും SL ആണ് നമുക്കവിടെ മെയിൻ. പ്രോഫിറ്റ് പിന്നെ വന്നോളും. അപ്പോൾ കണ്ടുപിടിച്ച് വയ്ക്കുക. എന്തെങ്കിലും ഡൗട്ടുണ്ട്, ഈ പറഞ്ഞ സ്റ്റോക്കുകളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും സ്റ്റോക്കുകളിൽ ഡൗട്ട് ഉണ്ടെങ്കിലോ എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജ് ഇടുക. എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ അവിടെ ഉണ്ട്, അതിനുള്ളിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. ടെലിഗ്രാം ചാനലിലുണ്ട്. ചാനലിൽ പോയാൽ അവിടുത്തെ അഡ്മിൻ ഞാൻ തന്നെയാണ്, ഓണർ ഞാൻ തന്നെയാണ്. സോ ദാറ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് എനിക്ക് പേഴ്സണൽ ചാറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. ഗ്രൂപ്പിലെ യൂട്യൂബ് ചാനലിലെ കമൻറ്റ്സ് കാണുന്നുണ്ട്. വളരെ സന്തോഷം. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് ആൻഡ് ലൈക്ക് ആൻഡ് കമൻറ്റിങ്. താങ്ക് യു. അപ്പോൾ നടക്കട്ടെ. ട്രേഡ് സേഫ്. ടേക്ക് കെയർ.